أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അഭിനന്ദനായ അധ്യക്ഷൻ ഈ പ്രവാചക സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ അമീർ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുള്ള സംഘടിപ്പിക്കുന്ന പ്രവാചക സ്മൃതി സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് 214 രാജ്യങ്ങളിൽ ഒരാത്മീയ നേതൃത്വത്തിന് കീഴിൽ അഥവാ ഖിലാഫത്ത് എന്ന ആത്മീയ വ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഗോള ഇസ്ലാമിക പ്രസ്ഥാനമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. ഇന്ന് ലോകത്ത് അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു മഹാത്മാവിലൂടെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു ഈ കാലഘട്ടത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനാൽ സ്ഥാപിതമായിരിക്കുന്ന പ്രസ്ഥാനമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് വാദമുള്ളത് ഇന്ന് ലോകത്ത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് മാത്രമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹു ഒരു സത്യാത്മാവിനെ നിയോഗിച്ചയക്കുകയും അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹ്ദിയും മസീഹുമായി അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചയക്കുകയും ആ മഹാത്മാവിലൂടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത് എന്ന് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിരവധി ഇടങ്ങളിൽ അടിക്കടി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഈ കാലഘട്ടത്തിൽ എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നതും ഈ പ്രസ്ഥാനം അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നതും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാകുന്ന അനുഗ്രഹത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശ്രേഷ്ഠതയും മഹത്വവും ലോകത്ത് സ്ഥാപിക്കുന്നതിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും ജീവനുള്ള പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണെന്നും ജീവിതം പ്രദാനം ചെയ്യാൻ കഴിവുള്ള പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണെന്നും ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധവും പരിപാവനവുമായ ജീവിതത്തിലും അധ്യാപനങ്ങളിലും ഉണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിലേക്കും അധ്യാപനത്തിലേക്കും മടങ്ങുന്നതിലൂടെ മാത്രമേ
ലോകത്തിന് രക്ഷയും സമാധാനവും ഉള്ളൂ എന്ന കാര്യം ലോകത്ത് സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് അതിന്റെ പ്രാരംഭകാലം മുതൽ തന്നെ ഇത്തരത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധവും പരിപാവനവുമായ ജീവിതത്തെക്കുറിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഈ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിലേക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്തേക്കും ലോകത്തിന്റെ ആവശ്യമാണ് എന്ന് ലോകത്തിന് പറഞ്ഞ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, ലോകം അതിസങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്ത് എല്ലായിടത്തും തന്നെ കലാപങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും അതുപോലെ തന്നെ വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സമകാലിക സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ മനുഷ്യ സമൂഹം മാനവ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തെ, ഒരു സാഹചര്യത്തെ നേരിട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏത് തലങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവിടെയെല്ലാം തന്നെ അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ഇരുണ്ട കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് മനുഷ്യന്റെ വ്യക്തി ജീവിതമാകട്ടെ, മനുഷ്യന്റെ കുടുംബ ജീവിതമോ സാമൂഹിക ജീവിതമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യന്റെ ജീവിതമോ ആകട്ടെ, ഇന്നത്തെ ഈ ഒരു ഭൗതിക കാലഘട്ടത്തിൽ ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കെ തങ്ങളുടെ ജീവിതം സ്വയം ഇല്ലായ്മ ചെയ്യുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വ്യക്തി ജീവിതം എത്രമാത്രം അസ്വസ്ഥമാണ് എന്ന് ഈ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വിളിച്ചൂതുകയാണ് ചെയ്യുന്നത്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതങ്ങളുടെ വാർത്തകളും സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്മയിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അടുത്തിട്ടുണ്ട് എങ്കിൽ പോലും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും രാഷ്ട്രീയത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ പേരിൽ മനുഷ്യൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സാമൂഹിക ജീവിതം എത്രമാത്രം അരക്ഷിതമാണ് എന്നുള്ള കാഴ്ചയാണ്, ദൃശ്യമാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് പ്രബുദ്ധരായ ഒരു സമൂഹം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അക്രമങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ എല്ലാം തന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം ഒരു ഭാഗത്ത് ഇതിന്റെ എല്ലാം കാരണങ്ങളായി പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ആ പ്രവാചകനിൽ നിന്ന് ആ മഹാത്മാവ് ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന അധ്യാപനങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ മഹാത്മാവിനെ ഈ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനായി ചിത്രീകരിക്കുവാനുള്ള വളരെ വ്യവസ്ഥാപിതമായ നിലയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് അതിനേക്കാൾ ദുഃഖകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങേയറ്റം വ്യസനകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിൻഗാമികളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നുവോ, അവർ ഒരു ഭാഗത്ത് ലോകത്തിലെ എല്ലാ ജനങ്ങളിൽ നിന്നും, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയും
എല്ലാ തരത്തിലും അക്രമത്തിനും അതുപോലെ തന്നെ മർദ്ദനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയും, എന്നാൽ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് അവരാണ് ഈ അക്രമങ്ങളും അതുപോലെ തന്നെ ഇന്നുള്ള ഈ അവസ്ഥയ്ക്ക് മുഴുവൻ കാരണക്കാർ എന്ന നിലയിൽ അവരെ ഭീകരവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും അക്രമികളും യുദ്ധക്കൊതിയന്മാരുമായി പ്രതിഷ്ഠിക്കുകയും അങ്ങനെ അവരോടുള്ള ഭയം എന്ന നിലയിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പുതിയ വാക്കുപോലും കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സാമാന്യ ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ ഒരവസ്ഥ ഉണ്ടായി? ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തുനിന്നുള്ള പീഡനങ്ങളും ഏറ്റുകൊണ്ടിരിക്കുന്നു, എല്ലാ വിധത്തിലുള്ള മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരാലും കുരുമാനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അവരാണ് എല്ലാ അക്രമത്തിന്റെയും ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ദാരുണമായ ഈ ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിന് വന്നു ചേർന്നു എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധവും പരിപാവനവുമായ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയും കർമ്മരൂപത്തിലും വിശ്വാസരൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് അകന്നുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതവും അധ്യാപനങ്ങളും കർമ്മരൂപത്തിലും കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുള്ള വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ അതും ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നവരാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാണ് എന്നൊക്കെ വാദിക്കുമ്പോഴും ആ വിശ്വാസത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇഴകീരി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ആ വിശ്വാസം എന്ന് പറയുന്നത് ആ യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ അത് പേരിൽ ആ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിശ്വാസം വെറും ഉപരിപ്ലവമായ ഒരു വിശ്വാസമാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം എന്തായിരുന്നു? ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ അടുത്ത് നിന്ന് കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം വളരെ അടുത്ത് നിന്ന് വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം അവർ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലേ? വിശുദ്ധ ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം. വിശുദ്ധ ഖുർആൻ എന്താണോ കൽപ്പിച്ചിട്ടുള്ളത്, എന്താണോ പറഞ്ഞിട്ടുള്ളത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണോ വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുള്ളത്, അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മാതൃക കാണിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് കാരുണ്യമാകുന്ന സിഫത്തിനെ, അനുകമ്പയാകുന്ന സിഫത്തിനെ, അല്ലാഹുവിന്റെ സിഫത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. പിന്നീട് സർവ്വലോകങ്ങളെയും പരിപാലിക്കുന്ന എല്ലാ വംശങ്ങളെയും, എല്ലാ ജനവിഭാഗങ്ങളെയും, എല്ലാ ദേശീയതയെയും, എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും, വിശ്വാസ വൈജാത്യങ്ങളോടുകൂടി എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. തുടർന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം, അവൻ സർവാധിരാജനാണ്, ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും അധിപനാണ്. പക്ഷേ അവൻ പരിശുദ്ധനും എല്ലാവരെയും ശുദ്ധീകരിക്കുന്നവനുമാണ്. അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെ പ്രഭവ കേന്ദ്രവും, എല്ലാവർക്കും സമാധാനം നൽകുകയും എല്ലാവർക്കും സമാധാനം നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അസ്തിത്വമാണവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അല്ലാഹുവിനെ മനുഷ്യർ ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, യുദ്ധഭൂമിയിൽ തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ അന്വേഷിക്കുന്ന മാതാവിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് പറഞ്ഞു, യുദ്ധഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മാതാവിനെ, തന്റെ കളഞ്ഞുപോയ കുട്ടിയെ ലഭിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നത്. അതിനേക്കാൾ അല്ലാഹു മനുഷ്യൻ അവന്റെ എല്ലാ തിന്മകളും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ വരുമ്പോൾ അല്ലാഹു അവനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള കാരുണ്യവാരിധിയായ അല്ലാഹുവാണ് ഞാൻ വിശ്വസിക്കാനായി നിങ്ങളോട് പറയുന്ന അല്ലാഹു. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ തന്റെ സർവസ്വവും നഷ്ടപ്പെട്ടാൽ പിന്നീട് അയാൾക്ക് അവിചാരിതമായി അത് തിരിച്ചു കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷിക്കുമോ, ഒരു മനുഷ്യൻ നന്മയുടെ മാർഗം ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ആ മാർഗത്തിലേക്ക് വരികയുമാണ് എങ്കിൽ അല്ലാഹു അതിനേക്കാൾ കൂടുതലായി സന്തോഷിക്കുന്നതാണ്. ഈ അല്ലാഹുവിനെ മനുഷ്യർ ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ള ആഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. മക്കയിൽ ജീവിച്ച 13 വർഷം ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചത് ആളുകൾ ഈ അല്ലാഹുവിനെ തിരിച്ചറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ആദ്യമായി സഫാത്തുൽ മുൻകറിയിൽ തന്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒരുമിച്ച് കൂട്ടുകയും ഇതിന് പിന്നിൽ ഒരു സൈന്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും, ഞങ്ങൾ വിശ്വസിക്കും, കാരണം താങ്കൾ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നവർ പറയുകയും, അപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീട് തന്റെ വീട്ടിൽ സദ്യ ഒരുക്കി അവരെ ക്ഷണിക്കുകയും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അവർ സദ്യ കഴിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിലേക്കുള്ള ഒരു ക്ഷണം സ്വീകരിക്കാതെ തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരെ വിളിക്കുകയും അല്ലാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് അവർക്ക് സദ്യ നൽകുകയും ചെയ്തു. മക്കയിലെ ആളുകൾ അല്ലാഹുവിനെ കുറിച്ചുള്ള തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ചെവി കൊടുക്കാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്ക് അടുത്തുള്ള പട്ടണമായ തായിഫിലേക്ക് പോവുകയും അവിടെയുള്ള ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കല്ലെറിയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയും അങ്ങയുടെ പാദുകങ്ങളിൽ പോലും രക്തം തളം കെട്ടി നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ചരിത്രത്തിൽ വരുന്ന ഒരു സംഭവം, ആ സമയത്ത് മലക്കുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ സമൂഹത്തെ ഈ 2 മലകൾക്കിടയിൽ ഞാൻ നശിപ്പിച്ചു കളയട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തീർച്ചയായിട്ടും നിന്നെ തിരിച്ചറിയുകയും നിന്നെ ഇബാദത്ത് ചെയ്യുന്നവരുമായി തീരും. അതുകൊണ്ട് എനിക്ക് ഈ പീഡനങ്ങൾ ഏറ്റു എന്നതുകൊണ്ട് നീ അവരെ നശിപ്പിച്ചു കളയരുത് എന്നുള്ളതാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ അല്ലാഹുവിനെ ഈ മനുഷ്യർ തിരിച്ചറിയണം എന്നുള്ള എത്രമാത്രം ഉത്കടമായ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മറ്റൊരു സംഭവത്തിലും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മക്കയിലെ മൂപ്പന്മാർ എല്ലാവരും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾക്ക് ഭരണമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ താങ്കൾ ഈ അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. കാരണം അല്ലാഹുവിൽ അവർക്ക് മുമ്പേ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സിഫത്തുകളോട് കൂടിയാണോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാന സാമ്രാട്ടായിരിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്ന ആ അല്ലാഹുവിനെ, കാരുണ്യവാരിധിയായിരിക്കുന്ന അല്ലാഹുവിനെ, ആ അല്ലാഹുവിനെ അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിൽ സന്ധി എഴുതുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മക്കയുടെ നേതാവായി വന്നിരുന്ന സുഹൈൽ പറഞ്ഞു, അല്ലാഹുവിനെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഈ റഹ്മാനെയും റഹീമിനെയും ഞങ്ങൾക്ക് അറിയുകയില്ല, അതുകൊണ്ട് അത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അല്ലാഹുവിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് മക്കയിലെ മൂപ്പന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നീ ഭരണമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ മക്കയുടെ ഭരണം നിനക്ക് നൽകാം.
നീ സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സമ്പത്ത് നിനക്ക് നൽകാം, അല്ലെങ്കിൽ ഒരു ഭാഗം നൽകാം. നീ മക്കയിലെ അതിസമ്പന്നനായി തീരുന്നതാണ്. അതല്ല, നീ ഏതെങ്കിലും സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പറയുക, നീ കാണിച്ചു തരുന്ന സ്ത്രീയെ താങ്കൾക്ക് ഞങ്ങൾ വിവാഹം ചെയ്ത് നൽകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും നൽകാം എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നതല്ല. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? പിന്നീടുള്ള ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അനുയായികൾക്കും നേരിടേണ്ടി വന്നത്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ ഈ അള്ളാഹുവിനെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചു? അതുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉത്കടമായ ഈ ആഗ്രഹത്തെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഅല്ലക ബാഖിയുൻ ലക അല്ലാ യകൂനു മുഅ്മിനീൻ. ഇവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അല്ലയോ പ്രവാചകരെ, താങ്കൾ തങ്ങളുടെ ജീവനെ തന്നെ നശിപ്പിച്ചു കളയുമോ, ഇല്ലാതാക്കി കളയുമോ? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇത്രമാത്രം ഉത്കടമായ ആഗ്രഹമുണ്ടായി? അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉത്കടമായ ആഗ്രഹം മനുഷ്യന് യഥാർത്ഥത്തിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന പൂർണ്ണമായ ബോധ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുണ്ടായിരുന്നു. കാരണം സമാധാനം എന്ന് പറയുന്നത് വ്യക്തിയിലൂടെ, കുടുംബത്തിലൂടെ, സമൂഹത്തിലൂടെയാണ് രാജ്യതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലാണ് സമാധാനം വേണ്ടത്. ഈ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം തന്നെ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന് മുകളിൽ ഇത്തരത്തിൽ സമാധാന സാമ്രാട്ടായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട് എന്നുള്ള ദൃഢമായ വിശ്വാസം ഏതുവരെ മനുഷ്യനുണ്ടാകുന്നില്ലയോ അതുവരെ മനുഷ്യന് അത് ലഭിക്കുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. ഈ ഒരു കാര്യമാണ് സമാധാനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വിഭാവന ചെയ്യുന്ന സമാധാനത്തെ മറ്റ് സമാധാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. സമാധാനം നല്ല കാര്യമാണ്, എല്ലാവരും പറയും സമാധാനം വേണം, അത് നല്ല കാര്യമാണ്. പക്ഷെ ആ സമാധാനങ്ങളെല്ലാം തന്നെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. സമാധാനം വേണം, പക്ഷെ അത് എനിക്ക് സമാധാനം വേണം, എന്റെ കുടുംബത്തിന് സമാധാനം വേണം, എന്റെ സമൂഹത്തിന് സമാധാനം വേണം, അല്ലെങ്കിൽ എന്റെ വിഭാഗത്തിന് സമാധാനം വേണം, എന്റെ രാജ്യത്തിന് സമാധാനം വേണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആർക്കും മറ്റുള്ളവർ എങ്ങനെ ആയിക്കൊള്ളട്ടെ, മറ്റു വ്യക്തി എങ്ങനെ ആയിക്കോട്ടെ, സമൂഹം എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ മറ്റു കുടുംബങ്ങൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ആർക്കുമില്ല. യുദ്ധവും അക്രമവും അത് പാടില്ല. പക്ഷെ ആർക്ക്? നമുക്കെതിരെ, സ്വാർത്ഥനായ മനുഷ്യന്റെ തനിക്കെതിരെ പാടില്ല, തന്റെ കുടുംബത്തിനെതിരെ പാടില്ല, തന്റെ വ്യക്തി അല്ലെങ്കിൽ എന്റെ വിഭാഗത്തിനെതിരെ പാടില്ല, തന്റെ സമൂഹത്തിനെതിരെ പാടില്ല, തന്റെ രാജ്യത്തിനെതിരെ പാടില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചാലും, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതാണ് ലോകത്ത് നിലനിൽക്കുന്ന സമാധാനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ചിന്തയും. എന്നാൽ അതിൽ നിന്ന് വ്യതിരിക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന സമാധാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സമാധാനമാണ്. സർവ്വലോകത്തിനും എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യരെയും പരിപാലിക്കുന്ന അല്ലാഹു, എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന അല്ലാഹു, എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്ന അല്ലാഹു, അങ്ങനെ ഒരു അസ്തിത്വത്തെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഏതുവരെ ഉണ്ടാകുന്നില്ലയോ, അങ്ങനെ ഒരു അസ്തിത്വം തന്നെ മുകളിലുണ്ടെന്നുള്ള ദൃഢമായ വിശ്വാസം ഏതുവരെ ഉണ്ടാകുന്നില്ലയോ, എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്ന, എല്ലാവരെയും പരിപാലിക്കുന്ന, ഒരുവിധ വിവേചനമില്ലാതെ എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുന്ന ഒരസ്തിത്വമുണ്ട് എന്നും ആ അസ്തിത്വം എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഏതുവരെ ഒരു മനുഷ്യനുണ്ടാകുന്നില്ലയോ അതുവരെ എല്ലാ തലത്തിലും സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല.
അങ്ങനെ എല്ലാ തരത്തിലും ഏതുവരെ സമാധാനം ഉണ്ടാകുന്നില്ലയോ അതുവരെ ലോകത്ത് യഥാർത്ഥത്തിലുള്ള സമാധാനവും സാധ്യമല്ല. ഈ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച സമാധാനവും ലോകത്ത് പിന്നീടും അല്ലെങ്കിൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ വ്യതിരിക്തത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും മുഴു ലോകത്തിനും ഈ അനുഗ്രഹം ഉണ്ടാകണമെന്നും ഓരോ വ്യക്തിയിലും സമൂഹത്തിലും കുടുംബത്തിലും രാജ്യത്തിലും അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മനസ്സിലാക്കുകയും എല്ലാവരും അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്ന ഉത്കടമായ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുകയും അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പ്രാപിക്കുകയും തന്റെ സഹാബാക്കൾക്ക് അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയും ചെയ്തു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ എല്ലായ്പ്പോഴും അള്ളാഹു ഉണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഓരോ കാൽവെപ്പിലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും അതുപോലെ തന്നെ ഖന്തഖ് യുദ്ധത്തിലും മറ്റേത് യുദ്ധങ്ങൾ എടുക്കുകയാണെങ്കിലും ഒരു ഭാഗത്ത് വലിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും സഹാബാക്കൾക്കും വിജയം ലഭിച്ചു. എന്തുകൊണ്ട് ലഭിച്ചു? സർവശക്തനായ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും സഹാബാക്കളുടെയും കൂടെ അല്ലാഹുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും, എപ്പോഴും ആധിപത്യം നിങ്ങൾക്ക് തന്നെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ ചരിത്രവും വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശവും മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ ജീവിതമാതൃകയുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശവും വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിന് നിലനിൽക്കുന്ന സാഹചര്യത്തെ വിലയിരുത്തുക. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു അല്ലാഹുവിനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ജീവിതമാണോ കാണിച്ചു തന്നത്, ഏതൊരു അല്ലാഹുവുമായി ബന്ധം വെക്കാനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ അധ്യാപനങ്ങളും ആ അല്ലാഹുവും ആ വിശ്വാസവും എല്ലാം തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്നു. എല്ലായിടങ്ങളിലും ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളും അതിൽ നിന്ന് അകലെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 214 രാജ്യങ്ങളിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് 100 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 130 വർഷത്തോളമായി. എല്ലാ മുസ്ലിം സംഘടനകളും അഹ്മദികൾ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടങ്ങൾ അഹ്മദിയത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. മറ്റു പല ശക്തികളുമായി ചേർന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. എല്ലാ തരത്തിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അഹ്മദിയ ജമാഅത്ത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയും ഇന്ന് 214 രാജ്യങ്ങളിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനിൽ അഹ്മദിയ ജമാഅത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അഹ്മദിയ ജമാഅത്തിന്റെ ഖലീഫക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടനിലേക്ക് പലായനം ചെയ്യേണ്ടതായി വരികയുണ്ടായി. ഭരണകൂടങ്ങളും ആഗോള ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് ശ്രമിക്കുകയുണ്ടായി. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ശ്രമിക്കുകയുണ്ടായി. അഹ്മദിയത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പക്ഷെ അല്ലാഹു ആധുനിക കണ്ടുപിടുത്തങ്ങളിലൂടെ അവരുടെ ഭവനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ അഹ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കുകയുണ്ടായി. ഇന്നും വിജയം നൽകിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് കേവലമായ ഒരു വിജയമല്ല, മറിച്ച് ഇതേ അഹ്മദിയ മുസ്ലിം ജമാഅത്ത്
അതിന്റെ സന്ദേശവുമായി ഇസ്ലാമോഫോബിയ പിടിപെട്ട ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ സമൂഹം രണ്ട് കൈകളും നീട്ടിക്കൊണ്ടാണ് അഹമ്മദിയ ജമാഅത്തിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹമ്മദിയ ജമാഅത്തിന്റെ ആഗോള ഇമാം ഹദ്റത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളിലെ പാർലമെന്റുകളിൽ അദ്ദേഹത്തെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും വിശുദ്ധ ഖുർആന്റെയും അധ്യാപനങ്ങൾ അവരുടെ മുമ്പിൽ വിവരിച്ചു കാണിക്കുമ്പോൾ ഇതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളെങ്കിൽ ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുകയും രാജ്യത്തലവന്മാരും ഭരണാധികാരികളും രാജ്യത്തിന്റെ താക്കോൽ പ്രതീകാത്മകമായി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? 100 വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത് അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാതൃകയല്ല, മാർഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്നത് സമാധാനത്തിന്റെ മാതൃകയാണ്, സമാധാനത്തിന്റെ മാർഗമാണ്. ഇസ്ലാമിന് ലോകത്ത് ഏതൊരു പ്രത്യയ ശാസ്ത്രത്തെയും അതിശയിക്കുന്നതിന് ഒരു വാളിന്റെയും ഒരായുധത്തിന്റെയും ഒരക്രമത്തിന്റെയും ആവശ്യമില്ല. മറിച്ച് അതിന്റെ അടിത്തറ ഇത്രമാത്രം സുശക്തമാണ്, ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ഇസ്ലാമിന്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മതമായി ചിത്രീകരിക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജിഹാദിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേരിൽ നിങ്ങൾ ആയുധമെടുത്ത് പുറത്തിറങ്ങരുത്. അദ്ദേഹം താക്കീത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഇത് ഈ കാലഘട്ടത്തിൽ ദൈവനിയോഗിതനായി അള്ളാഹു അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്റെ വിധിയാണ്. എന്റെ ഈ വിധിയെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുകയാണെങ്കിൽ ശത്രുക്കളാൽ നിങ്ങൾ അപമാനിതരായിത്തീരും എന്ന് അദ്ദേഹം താക്കീത് ചെയ്തു. ഇന്ന് 100 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചരിത്രം പരിശോധിക്കുക, എല്ലായിടത്തും നിന്ദതയും അപമാനവുമാണ് മുസ്ലിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആയുധമെടുത്തതിന്റെ പേരിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളെ തിരസ്കരിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറുഭാഗത്ത് അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇത്തരം ഇസ്ലാമോഫോബിയ പിടിപെട്ട സമൂഹങ്ങളിൽ സധൈര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. യൂറോപ്യൻ പാർലമെന്റിൽ ലോക സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങൾ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ ഹദ്റത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് വിവരിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിന് ശേഷം ഫീഡ് ഫാമിലി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയുടെ തലവൻ പറഞ്ഞത്, ഇത്രയും ധൈര്യശാലിയായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം പതിയെയാണ്, പക്ഷെ അത് ഹൃദയത്തിലേക്ക് തുളച്ചിറങ്ങുന്നതാണ്. ഇദ്ദേഹത്തെ പോലുള്ള 3 പേർ ലോകത്തുണ്ടായാൽ ലോകത്ത് സമാധാനം സ്ഥാപിതമാകുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങളെ പിൻപറ്റുന്നതിന്റെ ഫലമാണ്. കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയിലെ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഇവിടെ മുസ്ലിം നേതാക്കന്മാരെല്ലാവരും സഹായത്തിന് വേണ്ടിയാണ് വരുന്നത്, താങ്കൾ എന്തിനു വേണ്ടിയാണ് വന്നത്? അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ വന്നത് ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്, നിങ്ങളാൽ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അധ്യാപനത്തിലുമുണ്ട്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ധൈര്യപൂർവം അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയാൻ അഹമ്മദിയ ഖലീഫയ്ക്ക് സാധിക്കുന്നത് ഏതൊരു അള്ളാഹുവിനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്, ആ അള്ളാഹു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫയുടെ കൂടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പാശ്ചാത്യ ശക്തിയുടെ മുമ്പിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തോ അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയോ ഒരിക്കലും തന്നെ തലകുനിച്ചിട്ടില്ല.
അപ്പൊ ഇസ്ലാമിക അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പകർത്തുന്നതിന്റെ ഒരു ദൃശ്യവും നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് തിരസ്കരിച്ചതിന്റെ മറ്റൊരു ദൃശ്യവുമുണ്ട്. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് പറയുകയുണ്ടായി, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യമായി മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഈ ഭിന്നതകളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയും, നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ഇണക്കിയിരിക്കുന്നു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളെ ഇണക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, സത്യവിശ്വാസി എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു അവയവത്തിന് എന്തെങ്കിലും വിഷമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ അത് മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്നതാണ്. അതുപോലെയാണ് വിശ്വാസികളുടെ അവസ്ഥ. ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും ദുഃഖിപ്പിക്കുകയും വ്യസനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യത്തിന്റെ ഈ ഉദാത്തമായ മാതൃകയാണ് ഉണ്ടാക്കി ലോകത്ത് സ്ഥാപിച്ചു കാണിച്ചത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് പോയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ പരസ്പരം സാഹോദര്യം ഉണ്ടാക്കുകയുണ്ടായി, പരസ്പരം സഹോദരന്മാരെ നിശ്ചയിക്കുകയുണ്ടായി. ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞത്, ചില സഹാബാക്കൾ, മദീനയിലുള്ള ചില സഹാബാക്കൾ പറഞ്ഞത്, ഞങ്ങൾ സർവസ്വവും ഞങ്ങളുടെ സഹോദരന്മാർക്ക് നൽകാൻ തയ്യാറാണ്. ഏതുവരെ എന്ന് ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ഭാര്യമാരുണ്ട്, അവരിൽ ഒരാളെ തലാക്ക് ചെയ്തതിന്റെ സഹോദരൻ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിലക്കുകയുണ്ടായി. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ സാഹോദര്യ ബന്ധം. ആ സാഹോദര്യ ബന്ധം അവരിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റം എന്തായിരുന്നു? ഒരു യുദ്ധത്തിന്റെ അവസരത്തിൽ ഒരു സഹാബി അവസാന സമയത്ത് ആർക്കെങ്കിലും വെള്ളം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച ഒരാൾ ചെല്ലുമ്പോൾ മരണാസന്നനായ ഒരു സഹാബി കിടക്കുകയാണ്. അദ്ദേഹത്തോട് വെള്ളം പറയുമ്പോൾ, അല്ല, എന്നേക്കാൾ ആവശ്യം അടുത്ത ആൾക്കാണെന്ന് പറയുകയും, അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നേക്കാൾ ആവശ്യം അടുത്ത ആൾക്കാണെന്ന് പറയുകയും, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും മറ്റേ ആളിലേക്ക് വരികയും, പക്ഷെ അപ്പോഴേക്കും അയാൾ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉണ്ടാക്കിയിരുന്ന സാഹോദര്യ ബന്ധം. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, അവർ തങ്ങളെക്കാൾ തങ്ങളുടെ സഹോദരന്മാർക്ക് എല്ലാ തരത്തിലുള്ള പ്രാധാന്യവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ നോക്കുക, മുസ്ലിം സമൂഹത്തിൽ ഈ സാഹോദര്യ ബന്ധം എവിടെയാണ് നിലനിൽക്കുന്നത്? ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്നാണ് അധ്യക്ഷൻ നേരത്തെ പറയുകയുണ്ടായി. മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അന്യനാണെന്ന് വെക്കാം, പക്ഷെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താണ്? പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ പലായനം ചെയ്യുമ്പോൾ, ജീവനെ അപകടപ്പെടുത്തി പലായനം ചെയ്യുമ്പോൾ, മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് മുകളിൽ അവരുടെ കവാടങ്ങൾ അടച്ചിരിക്കുകയാണ്. ഫലസ്തീനികൾ അങ്ങേയറ്റത്തെ പീഡനമേറ്റുകൊണ്ട് പലായനം ചെയ്യുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കവാടങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ബോർഡറുകൾ, അവരുടെ അതിർത്തികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹോദര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ആ ഒരു സാഹോദര്യം അത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു സാഹോദര്യ ബന്ധമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹോദര്യമുണ്ട്. നിങ്ങൾ അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള സമ്മേളനങ്ങളൊന്ന് നോക്കുക. അവിടെ കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഹ്മദിയ ജമാഅത്തിന്റെ കയ്യിൽ ആയുധങ്ങളോ ഭരണമോ ഇല്ല. പക്ഷേ ഈ സാഹോദര്യ സ്നേഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനികൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കും അഹമ്മദികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനികൾക്കും ലോകം മുഴുവൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അവരുടെ ഉന്നതിക്ക് വേണ്ടി, അവരുടെ പ്രയാസങ്ങളില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ പീഡനങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ ഫലസ്തീനിന് വേണ്ടി ഇന്റർനാഷണൽ കോർട്ടിൽ വാദിക്കുകയും ഫലസ്തീൻ അനുകൂലമായി ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തത് ഒരു അഹ്മദിയ മുസ്ലിം ജമാഅത്തിലെ അംഗമാണ് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാഹോദര്യ ബന്ധം അഹ്മദിയ മുസ്ലിം ജമാഅത്തിൽ നിലനിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയ സാഹോദര്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഇന്ന് ആഫ്രിക്കയുടെ വിദൂര പ്രദേശമായ ബുർക്കിന ഫാസോയിൽ ഒരു അഹ്മദി വേദനിക്കുമ്പോൾ, ഒരു അഹ്മദി സഹോദരൻ വേദനിക്കുമ്പോൾ ഇവിടെ കോഴിക്കോടുള്ള ഒരു അഹ്മദിയുടെ ഹൃദയവും പിടയുന്നു. അതെന്തുകൊണ്ടാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാത്മാവിനെയാണോ സഹാബാക്കൾക്ക് നൽകിയത്, സാഹോദര്യത്തിന്റെ ഏതൊരാത്മാവിനെയാണോ ഊട്ടിയത്, ആ ആത്മാവ് ഇന്ന് അഹ്മദിയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളെപ്പോഴും നീതിപൂർവ്വം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ആ നീതിയുടെ നിലവാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു സമൂഹത്തോട് ശത്രുതയുണ്ടെങ്കിൽ പോലും നിങ്ങൾ അനീതി കാണിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ആ നീതിയുടെ ഉന്നതമായ നിലവാരം ഇന്ന് ഇസ്ലാമിക ലോകത്ത് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ജീവിതത്തിൽ ആ നീതി പ്രാവർത്തികമാക്കി കാണിച്ചു തരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് ഒരിക്കൽ ഒരു ഉന്നത കുലജാതിയായ സ്ത്രീ മോഷണം നടത്തിയെന്നും അപ്പോൾ അവർക്ക് ശിക്ഷ നൽകുന്നതിൽ നിന്ന് അവരെ വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രിയങ്കരനായ ഒരു സഹാബി ചെയ്യുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയാണ് ഇത് ചെയ്തത് എങ്കിൽ അവൾക്കും ഞാൻ എന്താണോ നീതിപൂർവമായ ശിക്ഷാവിധി അത് നൽകുന്നതാണ്. ഇത് റസൂലുള്ള തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബദർ യുദ്ധത്തിന്റെ സമയത്ത് തന്റെ പിതൃവ്യനായ അബ്ബാസിനെ കൊണ്ടുവരികയും തടവുകാരനായി കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ രോദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമായി ചെയ്തപ്പോൾ സഹാബാക്കൾ അദ്ദേഹത്തിന്റെ കെട്ടൽപ്പം അയച്ചു വെക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസിനോട് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ എല്ലാവരോടും അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ നീതിയുടെ ഉദാത്തമായ നിലവാരം പറയുകയോ മാത്രമല്ല, അത് ലോകത്ത് സ്ഥാപിച്ചു കാണിക്കുകയും ചെയ്യുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഈ നീതിയുടെ ഉന്നതമായ നിലവാരം ഇന്ന് മുസ്ലിം രാജ്യങ്ങളോടും മുസ്ലിങ്ങളോടും പറയുന്നത് അനീതി ഏത് ഭാഗത്തുണ്ടെങ്കിലും അതിനെ തടയുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തന്നെ അതിനെക്കുറിച്ച് അവർ ഈ അനീതിക്കെതിരെ ശബ്ദിക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ലോകത്ത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഇമാം ഹസ്രത്ത് മീർസ മസ്റൂർ സാഹിബ് അദ്ദേഹം യൂറോപ്യൻ പാർലമെന്റിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ വൻ ശക്തികൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായ വൻ ശക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇടപെടുന്നു. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ ഇസ്രായേൽ ഫലസ്തീനിന്മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരിൽ ഒന്നും ചെയ്യുന്നില്ല. ഈ ഇരട്ടത്താപ്പ് ലോകത്തെ സമാധാനം തകർക്കുന്നതാണ്. ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലോകത്ത് സ്ഥാപിതമാക്കി കാണിച്ച നീതിയുടെ ഉന്നതമായ നിലവാരം അത് ലോകത്ത് സ്ഥാപിതമാകണമെന്നുള്ള ഉദാത്തമായ അല്ലെങ്കിൽ ഉന്നതമായ ആഗ്രഹമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിത മാതൃകയിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ടുമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയായി എടുക്കുക. ഇനി വിശ്വാസത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സമയ പരിമിതി നിമിത്തം ഞാൻ അതിലേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശ്വാസവും അതേസമയം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസവും എന്താണ് എന്ന് പരസ്പരം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് എന്നുള്ളത്. അപ്പോ കർമ്മപരമായും വിശ്വാസപരമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് അകന്നതിന്റെ പരിണിത ഫലമാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാർഗമായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരാളെ നിയോഗിച്ചയക്കും എന്നുള്ളതാണ്. ആ മഹാത്മാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത് അത് റസൂലുള്ളാഹിയുടെ വരവ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാഗ്ദത്ത മഹ്ദിയും മസീഹുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചിച്ച വാഗ്ദത്ത മഹ്ദിയും മസീഹിനെ മനസ്സിലാക്കാതെ, അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കാനോ ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ആ അധ്യാപനങ്ങൾ ലോകത്ത് പ്രാവർത്തികമാക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരോട് ഈ അവസരത്തിൽ എന്റെ വിനീതമായ അപേക്ഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വസിയത്തിനെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന്റെ ശോചനീയമായ ഈ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദത്ത മഹ്ദി മസീഹിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് വിചിന്തനം ചെയ്യുകയും അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വസിയത്ത് പൂർത്തിയാക്കുകയും അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്ന ആ ഇസ്ലാമിന്റെ ആഗോള വിജയത്തിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ള വളരെ വിനീതമായ അപേക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ജസാക്കുമുല്ലാഹ് അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.